ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഈ കിടിലം കളി എന്ന് പറഞ്ഞാൽ കിടിലം കളി. അഭിഷേക് ശർമ്മ തുടങ്ങി വയ്ക്കുന്നു, സഞ്ജു സാംസൺ അത് മിഡിൽ ഓവറിൽ സഞ്ജു സാംസണും ഇഷൻ കിഷനും കൂടി. സഞ്ജു സാംസൺ ഇത് പീക്ക് കളിയാണെന്ന് അദ്ദേഹം കളിച്ചതെന്ന് ഓർക്കണം. അതായത് സൂപ്പർ 8-ലും സെമി ഫൈനലിലും അർദ്ധ സെഞ്ചുറി അടിച്ച് വളരെ പീക്ക് ഫോമിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ന്യൂസിലാൻഡ് ബോളർമാർ ഏറ്റവും കൂടുതൽ പഠിച്ചതും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും സഞ്ജു സാംസനെ പുറത്താക്കാനായിരിക്കും. എന്നിട്ട് പോലും അവർക്ക് ഒരു പഴുത് പോലും കൊടുക്കാതെ നല്ല ക്ലീൻ ഇന്നിങ്സ് തന്നെ പറയാം. അവസാനം 89-ൽ നിൽക്കുമ്പോൾ ഫുൾ ടോസ് ബോൾ 6 അടിക്കാനുള്ള ശ്രമത്തിനിടെ ബൗണ്ടറി ലൈനിൽ ക്യാച്ച് നൽകി അദ്ദേഹം പുറത്താകുമ്പോൾ സൂപ്പർ 8-ലും സെമി ഫൈനലിലും 50 അടിക്കുകയാണ്. തുടർച്ചയായി 3 50. T20 വേൾഡ് കപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറുമായിട്ടാണ് സഞ്ജു സാംസൺ പുറത്താവുന്നത്. പോരാത്തതിന് ഒരു T20 വേൾഡ് കപ്പ് എഡീഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ പ്ലെയർ എന്ന റെക്കോർഡ് ഇതാ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇഷൻ കിഷൻ, സൂര്യകുമാർ യാദവും പുറത്തായി. പിന്നെ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് സഞ്ജു സാംസൺ മറികടന്നിരിക്കുകയാണ്. മറ്റൊരു പ്ലെയറും ഇനിയിപ്പോൾ ഇന്ത്യൻ ടീമിൽ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല ഈ ഒരു വേൾഡ് കപ്പ് ടൂർണമെൻറ്റിൽ. എന്തായാലും വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് എത്ര മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം മറികടക്കുന്നത് ആലോചിക്കണം. വെറും 5 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. അത്രയും മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം റെക്കോർഡ് മറികടക്കുന്നത്. കൺസിസ്റ്റൻസിയുടെ പേരിൽ, ഫോമില്ലായ്മയുടെ പേരിലൊക്കെ എത്രത്തോളം വിമർശനങ്ങളും കളിയാക്കലും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് മറ്റേ ടീമിൽ നിന്ന് തഴയപ്പെട്ട് ബെഞ്ചിലിരിക്കേണ്ട എന്നൊരു പ്ലെയർ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ പറയാട്ടോ. സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നുപോയി. രച്ചിൻ രവീന്ദ്രയ്ക്കെതിരെ 3 6 അടുപ്പിച്ചിട്ട്, അതും ഈ വേൾഡ് കപ്പിലെ ന്യൂസിലാൻഡ് ട്രംപ് കാർഡ് ബോളറാണ് രച്ചിൻ രവീന്ദ്ര. അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളർ. ആ ബോളറൊക്കെ തൂക്കിയ തൂക്ക്. അതുപോലെ തന്നെ സഞ്ജുവിന് ഏറ്റവും മോശം റെക്കോർഡുള്ള ന്യൂസിലാൻഡിൻ്റെ ബോളറാണ് ലോക്കി ഫെർഗൂസൺ. അങ്ങേരെ അടിച്ച അടിയാണ്. ഷോർട്ട് പിച്ച് ബോളൊക്കെ അങ്ങ് കടത്തിയങ്ങ് വിടുമായിരുന്നു. സഞ്ജു ഷോ എന്ന് തന്നെ പറയാം അഹമ്മദാബാദിൽ നടന്നത്. ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസിലി അദ്ദേഹത്തിന് സെഞ്ചുറിക്ക് എത്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ, അതിന് മുന്നത്തെ മത്സരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണ്. ടീമിനാണ് ഇമ്പോർട്ടൻസ്, ടീം നേടുന്ന റൺസിനാണ് ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് ബാറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും വലിയ ബാറ്റിംഗ് ഡെപ്ത് നമ്മുടെ ടീമിനുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ വ്യക്തിഗത നേട്ടങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രാധാന്യമില്ല. സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു കളി. അഭിഷേക് ശർമ്മ കളിക്കുമ്പോൾ വ്യക്തമായ സപ്പോർട്ട് കൊടുത്തു. അഭിഷേക് ശർമ്മ പുറത്തായപ്പോൾ സഞ്ജു തൻ്റെ ആ ഒരു ഉഗ്രരൂപത്തിൽ തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. എല്ലാ ബോളും അടിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ കളിച്ചു. ഇന്ത്യ ഒരു കൂറ്റൻ സ്കോറിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും താങ്ക് യു സഞ്ജു. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു ഇന്നിങ്സ് വളരെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചൊരു ഇന്നിങ്സാണ് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. എന്തായാലും ഇത്ര ഒരു കിഡിൽ ഇന്നിങ്സ് തന്നെ. ഇനി ഇന്ത്യ കിരീടത്തിൽ കൂടി മുത്തമിട്ട്, അതായത് ഈ സഞ്ജു സാംസൺ ഒരു പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് സെക്കൻഡ് ബാറ്റിംഗ് നമ്മൾ എക്സൈറ്റഡ് ആണ്. എന്തായാലും ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഉറപ്പിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് കിരീടം കിട്ടട്ടെ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം.